പ്ലസ് ടു ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെസിസ്റ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ്. എന്താണ് റെസിസ്റ്റർ? എ മെറ്റീരിയൽ വിച്ച് ഹാസ് എ റെസിസ്റ്റൻസ് ഇസ് നോൺ ആസ് എ റെസിസ്റ്റർ. ഒരു റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ആ റെസിസ്റ്ററിൻ്റെ സിമ്പിളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ഇത്. ഈ റെസിസ്റ്റർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, എന്താണ് റെസിസ്റ്റൻസ്? ഇറ്റ് ഈസ് ദി ഒബ്സ്ട്രക്ഷൻ ഓഫേർഡ് ബൈ എ മെറ്റീരിയൽ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. അതായത് ഒരു മെറ്റീരിയലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ കറണ്ടിൻ്റെ ഫ്ലോയ്ക്ക് കൊടുക്കുന്ന ഒബ്സ്ട്രക്ഷൻ, തടസ്സം, അതാണ് റെസിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം current is due to the flow of charges, positive charges or negative charges. In the case of conductors or metallic conductors, current is due to the flow of free electrons. So if free electrons, as they move from one point to the other point, they may collide with the other atoms and electrons in the material. അപ്പോൾ ഈ കൊളീഷൻ കാരണം ഇലക്ട്രോൺസിന് they are not able to move freely within the material. Means they will be offered by some obstruction by the material. ആ ഒബ്സ്ട്രക്ഷനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മെറ്റീരിയലിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുക നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ്. ഫോർ ദാറ്റ് യു ഹാവ് ടു അപ്ലൈ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഹൗ ഡു യു അപ്ലൈ ആൻ ഇലക്ട്രിക് ഫീൽഡ്? ബൈ കണക്റ്റിംഗ് എ സെൽ. ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. സോ വെൻ എ മെറ്റീരിയൽ ഇസ് കണക്റ്റഡ് ടു എ സെൽ, യു ആർ ഗിവിംഗ് സം എനർജി to the electrons so that they are able to overcome the obstruction offered by the material. അപ്പോൾ നമ്മൾ ഒരു കണ്ടക്റ്റിംഗ് വയർ ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി യു ആർ ഗിവിങ് എനർജി. ഈ എനർജി ഉപയോഗിച്ചിട്ടാണ് അതിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ആ മെറ്റീരിയൽ ഓഫർ ചെയ്യുന്ന ഒബ്സ്ട്രക്ഷനെ ഓവർകം ചെയ്തുകൊണ്ട്, തടസ്സത്തെ ഓവർകം ചെയ്തുകൊണ്ട് മെറ്റീരിയലിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നീങ്ങും. അപ്പോൾ ഈ മെറ്റീരിയൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആസ് ദി ഇലക്ട്രോൺസ് മൂവ് ഇൻ ദ മെറ്റീരിയൽ ദേ ആർ യൂസിങ് സം എനർജി ഇൻ ഓർഡർ ടു ഓവർകം ദി ഒബ്സ്ട്രക്ഷൻ. ദാറ്റ് എനർജി അപ്പിയേഴ്സ് ആസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി മെറ്റീരിയൽ ഓർ അക്രോസ് ദി റെസിസ്റ്റർ. So that's a very important point. Note that point. That is, when current flows through a material or when current flows through a resistor, the electrons inside the material spend some energy in order to overcome the resistance offered by the material. That energy spent by the electrons in the material appears as the potential difference across the resistor. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ് പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. നൗ സീ ദ ഫിഗർ ഓൺ ദ സ്ക്രീൻ. ദർ യു ഹാവ് എ റെസിസ്റ്റർ ആൻഡ് യു ഹാവ് 2 points A and B. So suppose current flows from point A to point B. എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഇലക്ട്രോൺസിനെ എത്തിക്കാൻ ചെയ്യുന്ന വർക്ക്, ഓക്കെ, വർക്ക് ഡൺ ടു മൂവ് ദ ചാർജ് ഫ്രം പോയിന്റ് എ ടു ബി, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദർ ഇസ് എ പൊട്ടൻഷ്യൽ അറ്റ് എ, ദർ ഇസ് എ പൊട്ടൻഷ്യൽ അറ്റ് ബി, and there exists a potential difference between points A and B. അതാണ് നമ്മൾ ഷോർട്ടായിട്ട് PD, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദാറ്റ് റെസിസ്റ്റർ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ആൻ എനർജി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എനർജി. അപ്പോൾ ഈ എവിടെ നിന്നാണ് ഈ എനർജി വരുന്നത്? ദാറ്റ് കംസ് ഫ്രം ദി സെൽ. സോ ദി ഇലക്ട്രോൺസ് ഇൻ ദ റെസിസ്റ്റർ ഓർ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റീരിയൽ റിസീവ് എനർജി ഫ്രം ദ സെൽ and they utilize this energy in order to overcome the resistance of the material. അപ്പോൾ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ ഈ ഇലക്ട്രോൺസ് ഉപയോഗിക്കുന്ന എനർജി ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ റെസിസ്റ്ററിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് കാണപ്പെടും. അപ്പോൾ ഇലക്ട്രോൺസ് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള എനർജി, അതായത് റെസിസ്റ്ററിലൂടെയാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്,
അപ്പോൾ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യണം. ഈ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺസ് സ്പെൻഡ് ചെയ്യുന്ന എനർജി എന്ത് രൂപത്തിൽ കാണപ്പെടും? ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ട് കാണും. ഓക്കെ, സോ ദ എനർജി സ്പെൻഡ് ബൈ ദ ഇലക്ട്രോൺസ് ടു മൂവ് ഫ്രം point A to point B, that appears as the PD, the potential difference across that resistor. Clear? Now, suppose you have one more resistor. ഒരു റെസിസ്റ്ററും കൂടി ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലോ, അപ്പോൾ ആദ്യത്തെ റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവിടെ കുറച്ച് എനർജി സ്പെൻഡ് ചെയ്തു. That was the energy required by the electrons to overcome the obstruction offered by that particular resistor R1. R1 ഓഫർ ചെയ്യുന്ന ഒബ്സ്ട്രക്ഷനെ ഓവർകം ചെയ്യാൻ കുറച്ച് എനർജി അവിടെ ഇലക്ട്രോൺസ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. There you have the potential difference. Let V1 be the potential difference. ഇനി സപ്പോസ് യു ഹാവ് അനദർ റെസിസ്റ്റർ R2. അങ്ങനെ ആകുമ്പോഴോ, അപ്പോൾ ബി എന്ന പോയിന്റിൽ എത്തിയിട്ടുള്ള ഇലക്ട്രോൺസിന് R2 കടന്ന് സിയിലേക്ക് എത്തണം. So in order to have a current flow through the resistor R2, അവിടെയും ഇലക്ട്രോൺസിന് റെസിസ്റ്റൻസ് ഓവർകം ചെയ്യേണ്ടതുണ്ട്. അതായത് R2 ഓഫർ ചെയ്യുന്ന തടസ്സത്തെ ഓവർകം ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? അവിടെയും ഇലക്ട്രോൺസ് they spend some energy. Okay, so the energy spent by the electrons in order to overcome the resistance offered by R2 appears as the potential difference across R2. Let it be V2. V1 is the potential difference across R1. V2 is the potential difference across R2. So V1 energy spent across R1. V2 energy spent across R2. എവിടുന്ന ഇലക്ട്രോൺസിന് എനർജി ഒക്കെ കിട്ടിയത്? From the cell. Cell supplies the energy and that energy is spent across R1 and R2. So the total energy spent by the electrons while passing through R1 and R2, അതായത് എയിൽ നിന്ന് R1 R2 കറണ്ട് സി എന്ന പോയിന്റിൽ എത്തുമ്പോൾ what is the total energy spent? V1 plus V2. ഓക്കെ, ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടിയത്? സെല്ല് കൊടുത്തിട്ടുള്ള എനർജി വിയിൽ നിന്ന്. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വിൽ മൂവ് ഓൺ ടു our topic, the resistors, combination of resistors in series. Okay, so in the figure you can see three resistors R1, R2 and R3 connected in series. അപ്പോൾ 3 റെസിസ്റ്റേഴ്സും സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കോമ്പിനേഷൻ ഒരു സെല്ല് EMF ഉള്ള ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സെയിം കറണ്ട് I ഫ്ലോസ് ത്രൂ ഓൾ ദ റെസിസ്റ്റേഴ്സ് ആൻഡ് ഓരോ റെസിസ്റ്ററിലും അക്രോസ് ഉള്ള PD നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. V1, V2, V3 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, സീരീസ് കോമ്പിനേഷനിൽ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ ഓരോ റെസിസ്റ്ററിലുമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. മറ്റൊന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, R1 പാസ് ചെയ്യുന്ന അതേ കറണ്ട് തന്നെയാണ് R2 പോകുന്നത്, അല്ലേ? R1 R2 അങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. R1 ഏത് കറണ്ട് പാസ് ചെയ്യുന്നോ, എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നോ, അതേ കറണ്ട് തന്നെയാണ് R2 പോകുന്നത്. സോ 2 points you have to remember while considering resistors in series. Point 1, the same current flows through all the resistors. സീരീസ് കണക്ഷനിൽ നമുക്കിപ്പോൾ 10 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഒരേ കറണ്ട് ആയിരിക്കും അതിലൂടെയെല്ലാം പാസ് ചെയ്യാം. പോയിന്റ് നമ്പർ 2, the potential difference across each resistor may be different. It depends on the value of resistance. ഓരോ റെസിസ്റ്ററിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ചെറിയ റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് ഓവർകം ചെയ്യാൻ എടുക്കുന്ന എനർജി വളരെ കുറവായിരിക്കും. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ലെസ്. ഇഫ് ദ റെസിസ്റ്റൻസ് ഇസ് മോർ ദെൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ലാർജ് ബിക്കോസ് മോർ എനർജി ഈസ് റിക്വയർഡ് ടു ഓവർകം ദി റെസിസ്റ്റൻസ്. അപ്പോൾ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി റെസിസ്റ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, so with these ideas in mind, we'll move on to the derivation of effective resistance in series combination. So ആ ഡെറിവേഷനിലേക്ക് നമുക്ക് പോവാം. V equal to V1 plus V2 plus V3. അതിൽ ഓരോന്നും നമ്മൾ എന്താണെന്ന് നേരത്തെ കണ്ടതാണ്. V is the energy supplied by the V1, it is the PD across R1, V2 PD across R2 and V3 PD across R3. കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഡെറിവേഷൻ. ഇനി ഓംസ് ലോ അപ്ലൈ ചെയ്യുക. സോ V1 ഈക്വൽ ടു IR1, V2 ഈക്വൽ ടു IR2, V3 ഈക്വൽ ടു IR3. എല്ലാ റെസിസ്റ്റേഴ്സിലൂടെയും സെയിം കറണ്ടാണ് I. ഓൾസോ V ക്യാൻ ബി റിട്ടൺ ആസ് IR ഇക്വാലൻറ്റ്. R equivalent denotes the effective or equivalent resistance of the combination. അതായത് ഈ 3 റെസിസ്റ്റേഴ്സിനും പകരം ഒരു റെസിസ്റ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ, അതിനെയാണ് നമ്മൾ R equivalent എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. സോ I into R equivalent equal to IR1 plus IR2 plus IR3. I കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. I into R1 plus R2 plus R3 or R equivalent equal to R1 plus R2 plus R3. So if you have 3 resistors connected in series, the effective resistance or equivalent resistance of the combination is given by R1 plus R2 plus R3. Ini we'll consider a small example. Okay, consider a small example. See, R1 equal to 1 ohm, R2 equal to 2 ohm, then R3 equal to 3 ohm. What is the effective resistance of the combination? 1 plus 2 plus 3 equal to 6 ohm. ഇനി സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ മുമ്പ് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഫസ്റ്റ് പോയിന്റ്, സെയിം കറന്റ് ഫ്ലോസ് ത്രൂ ഓൾ റെസിസ്റ്റേഴ്സ്. സെക്കൻഡ് പോയിന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എനി റെസിസ്റ്റർ ഇസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് റെസിസ്റ്റൻസ്. ഈ 2 പോയിന്റ് നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. Now third point, the total resistance of the combination is sum of individual resistances. Okay, total resistance of the combination is R1 plus R2 plus R3. അത് തന്നെയാണ് sum of individual resistances. Now fourth point, effective resistance of the combination is greater than the greatest. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് തന്നിട്ടുള്ള റെസിസ്റ്റൻസസിൽ ഏറ്റവും വലുത് ഏതാണോ അതിനേക്കാൾ വലുതായിരിക്കും ഈ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത എക്സാമ്പിളിൽ 1, 2, 3 3 റെസിസ്റ്റേഴ്സ് ആണ് തന്നത്. ആ തന്നിട്ടുള്ളതിൽ ഏറ്റവും വലുത് ഏതാ? 3. അതിനേക്കാൾ വലുതാണ് നമുക്ക് കിട്ടിയ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ohm. ഓക്കെ, സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദി ഗ്രേറ്റസ്റ്റ് എമംഗ് ദ ഗിവൺ റെസിസ്റ്റൻസസ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫിഗർ നോക്കൂ. ഇവിടെയും യു ഹാവ് 2 റെസിസ്റ്റേഴ്സ്, R1, R2 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്ന രീതി വ്യത്യസ്തമാണ്. നേരത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് the 2 terminals of R1 connected to the terminals of R2. R1ന്റെ 2 end points ഉണ്ടല്ലോ, 2 അറ്റം, അതിനാണ് നമ്മൾ ടെർമിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 പോയിന്റ്സും R2വിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കണക്ഷനെയാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുക. റെസിസ്റ്റേഴ്സ് ആർ സെറ്റ് ടു ബി കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ ഇവിടെയും നമുക്കറിയാം എപ്പോഴും റെസിസ്റ്റൻസിലൂടെ അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ the electrons require some energy is required. അപ്പോൾ സപ്പോസ് യു ആർ കണക്റ്റിംഗ് ഇറ്റ് ടു എ സെൽ, ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ആ സെല്ലിൽ നിന്ന് വരുന്ന ടോട്ടൽ കറണ്ട്, ഓക്കെ, ടോട്ടൽ കറണ്ട് I ആണെങ്കിൽ ഇറ്റ് സ്പ്ലിറ്റ്സ് 2 ബ്രാഞ്ചിലെ. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് നിങ്ങൾ ഫിഗറിൽ കാണുന്നത് പോലെ ആ പോയിന്റിൽ നിന്ന് 2 ബ്രാഞ്ചിലേക്ക് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഒന്ന് I1 കൺസിഡർ ചെയ്യാം, മറ്റേത് I2 എന്ന് കൺസിഡർ ചെയ്യാം. ഇതിലേതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കൂ. I1 I2 രണ്ടും സെയിം ആയിരിക്കുമോ? അല്ലെങ്കിൽ അത് ഏതായിരിക്കും വലുത്? എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക? റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെയുള്ള കറണ്ട് കൂടുതലായിരിക്കും. ദാറ്റ് ഇസ് അക്കോർഡിംഗ് ടു ഓംസ് ലോ. വി നോ V equal to I into R or I equal to V by R. I equal to V by R. Remember, see how the cell is connected in the figure. 2 റെസിസ്റ്റേഴ്സും ഒരേപോലെയാണ് സെല്ലിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. 2 റെസിസ്റ്റേഴ്സിൻ്റെയും 2 പോയിന്റ്സും സെല്ലിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെല്ലിൻ്റെ വോൾട്ടേജ് V ആണെങ്കിൽ R1ൽ കൊടുക്കുന്ന വോൾട്ടേജും V ആണ്, R2ൽ കൊടുക്കുന്ന വോൾട്ടേജും V ആണ്. സോ സെയിം വോൾട്ടേജ്. അത് പാരലൽ കോമ്പിനേഷൻ്റെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സോ ഇഫ് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, സെയിം വോൾട്ടേജ് or same potential drop
അക്രോസ് ഓൾ റെസിസ്റ്റേഴ്സ്. എല്ലാ റെസിസ്റ്റേഴ്സിനും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആയിരിക്കും. പക്ഷേ കറണ്ട് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അതാണ് നമ്മൾ I1 I2 ആ രീതിയിൽ മാർക്ക് ചെയ്യുന്നത്. സോ കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഓൾ resistors will be equal. But naturally the total current I, that is the current supplied by the cell, that is equal to the sum of the current passing through various branches. ഇവിടെ നമുക്കിപ്പോൾ 2 branches ഉള്ളതെങ്കിൽ I1 plus I2, that is equal to the current supplied by the cell I. Okay, അപ്പോൾ parallel combination 2 points you have to remember. One, the same potential difference across all the all the resistors, which is equal to the voltage supplied by the cell. Second point, the current through various branches will be different. That depends on the value of resistance. അപ്പോൾ ഈ പാരലൽ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെറിവേഷനിലേക്ക് പോവാം. Now, in this figure, you have 3 resistors, R1, R2 and R3 connected in parallel. So, the cell supplies current I. That current splits into 3. അല്ലേ, ഫിഗറിൽ നിന്ന് 3 ബ്രാഞ്ചിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന കാണാം. I1, I2, I3 എന്നിങ്ങനെ 3 ബ്രാഞ്ചിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൻഡ് അക്രോസ് ഓൾ റെസിസ്റ്റേഴ്സ് യു ഹാവ് ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. And that is equal to the PD or voltage supplied by the cell. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ വെച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ റെസിസ്റ്റേഴ്സിനും അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആണ്. എല്ലാ റെസിസ്റ്റേഴ്സിനും അക്രോസുള്ള കറൻറ്റ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഫിഗർ ക്ലിയർ ആയില്ലേ? പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് നിങ്ങൾ ഫിഗറിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഫിഗറിൽ യു ഹാവ് 3 റെസിസ്റ്റേഴ്സ്, R1, R2 ആൻഡ് R3 ഇൻ പാരലൽ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. പി ഡി അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഇസ് സെയിം, കറണ്ട് പാസിംഗ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. Now, the total current or the main current in the circuit can be written as I1 plus I2 plus I3. നമ്മൾ കണ്ടതാണ് ആ ടോട്ടൽ സെല്ല് സപ്ലൈ ചെയ്യുന്ന കറണ്ട് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 ബ്രാഞ്ചസ്, 3 ബ്രാഞ്ചിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കറണ്ട് I എന്നുള്ളത് ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? I1 പ്ലസ് I2 പ്ലസ് I3. ദെൻ I1 ഇസ് V ബൈ R1, I2 V ബൈ R2, I3 V by R3 and I can be written as V by R equivalent. എല്ലാത്തിലും V ആണ് എടുത്തിട്ടുള്ളത്. എന്താ കാരണം? എല്ലാത്തിലും V തന്നെ എടുക്കാൻ കാരണം എന്താ? പാരലൽ കോമ്പിനേഷനിൽ എല്ലാ റെസിസ്റ്റേഴ്സിനും അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ മുമ്പ് കണ്ടതാണ്. ദെൻ R equivalent, ഇവിടെയും R equivalent represents the equivalent or effective resistance of the combination. അതായത് ഈ 3 റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ 3 റെസിസ്റ്റേഴ്സിനും പകരം ഒറ്റൊരു റെസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതിനാണ് നമ്മളിവിടെ ഇക്വിവാലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V by R equivalent equal to V by R1 plus V by R2 plus V by R3. രണ്ട് സൈഡിലും V നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ യുൽ ഗെറ്റ് ദ ഇക്വേഷൻ 1 by R equivalent equal to 1 by R1 plus 1 by R2 plus 1 by R3. So this expression gives you the equivalent resistance of the combination when resistors are connected in parallel. Remember one thing, you are getting reciprocal of the equivalent resistance. 1 by R equivalent ആണ് കിട്ടുന്നത്. Okay, reciprocal of the equivalent resistance. Now, നേരത്തെ പോലെ തന്നെ ഒരു ചെറിയ എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സപ്പോസ് R1 equal to 1 ohm, R2 equal to 2 ohm, R3 equal to 3 ohm. So what is 1 by R equivalent? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് 1 by R1 plus 1 by R2 plus 1 by R3. So you'll get 1 plus 1 by 2 plus 1 by 3. You'll get 11 by 6 ohm. പക്ഷേ അത് 1 by R equivalent ആണ്. So R equivalent equal to 6 by 11 ohm. അത് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മിക്കവരും ഈ റെസിപ്രോക്കൽ അവസാനം കാണാൻ മറന്നു പോവും.
അപ്പോൾ അത് ശ്രദ്ധിക്കുക. 1/R ഇക്വാലൻ്റ് ആണ് നമുക്ക് കിട്ടുക. അതിൽ നിന്ന് R ഇക്വാലൻ്റ് എഴുതാൻ അതിൻ്റെ റെസിപ്രോക്കൽ കാണാം. അപ്പോൾ ഇത് 2 റെസിസ്റ്റേഴ്സ് ആയാലും 3 റെസിസ്റ്റേഴ്സ് ആയാലും ഒക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ കാര്യങ്ങൾ 1-2 നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. PD across all resistors is same. Second point, the current through any resistor is inversely proportional to its resistance. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും കറണ്ട്. റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ കറണ്ട് കൂടുതലായിരിക്കും. നമ്മൾ മുമ്പ് വ്യക്തമായ കാര്യമാണ് അതൊക്കെ. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. ദ റെസിപ്രോക്കൽ ഓഫ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഇസ് ഈക്വൽ ടു ദ സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസ്. ഒന്നുമില്ല, നമ്മൾ ആ എഴുതിയ ഇക്വേഷൻ 1/Req ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. അതൊന്ന് വേർഡ്സിൽ എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കണ്ടിട്ട് പേടിക്കേണ്ട. Fourth point, the total resistance is less than the least value among the given resistance. That's a very important point. Total resistance of the combination. ഇപ്പോൾ നമ്മൾ 1, 2, 3 3 റെസിസ്റ്റേഴ്സ് പാരലലായിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരുന്നു? 6/11 അല്ലേ? 6/11. അപ്പോൾ ഈ 6/11 എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ ചെറുതല്ലേ? ഇറ്റ് ഇസ് ലെസ് ദാൻ 1. അതാണ് നമ്മുടെ 4th പോയിന്റ് പറയുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസസ് ലെസ് ദാൻ ദ ലീസ്റ്റ് വാല്യൂ എമംഗ് ദ ഗിവൺ റെസിസ്റ്റൻസസ്. തന്നിട്ടുള്ള 3 റെസിസ്റ്റൻസസിൽ ഏറ്റവും ചെറുത് ഏതാണോ, അല്ലെ തന്നിട്ടുള്ള 10 തന്നിട്ടുണ്ടെങ്കിൽ ആ 10 ഏറ്റവും ചെറുത് ഏതാണോ അതിനേക്കാൾ ചെറുതായിരിക്കും ആ കോമ്പിനേഷൻ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, തന്നിട്ടുള്ള റെസിസ്റ്റൻസസിൽ ഏറ്റവും ചെറുത് ഏതാണോ അതിലും ചെറുതായിരിക്കും പാരലായിട്ട് ഈ റെസിസ്റ്റൻസസ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. റെസിസ്റ്റേഴ്സ്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.